അരക്കപ്പ് തേങ്ങ, 1 സ്പൂൺ സാദാ മുളക് പൊടിയും 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ച് ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഗ്യാസ് കത്തിച്ച് കൊടുക്കണം. അതിലേക്ക് നമുക്ക് 10 ചെറിയ ഉള്ളിയാണ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 കീറിയ പച്ചമുളക്, ഒരു മീഡിയം സൈസ് തക്കാളി നീളത്തിൽ അരിഞ്ഞതാണ്, 2 കുടംപുളി ചെറുതായി കീറിയിട്ടത്, ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് 1/4 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. അവസാനം കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാനുള്ളതാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അരപ്പെല്ലാം തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും തീ കുറച്ച് വെക്കണം. അതിന് ശേഷം നമുക്ക് കൊഴുവ ചേർത്ത് കൊടുക്കാം. ഇത് ചില സ്ഥലങ്ങളിൽ നത്തോലിയെന്നും ചൂടനെന്നൊക്കെ പറയും. അതിന് ശേഷം ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഒത്തിരി കട്ടിയായിട്ട് ഇളക്കരുത്, കാരണം ഇത് ഉടഞ്ഞു പോകും. പിന്നീട് നമുക്കിത് ചുറ്റിച്ച് കൊടുത്താൽ മതി, തവി വെച്ച് ഇളക്കേണ്ട ആവശ്യമില്ല. ഒരു 5 മിനിറ്റ് നല്ല തീയിൽ വെച്ചതിന് ശേഷം തീ കുറച്ച് വെക്കണം. നന്നായി തിളച്ച് വരുമ്പോൾ തീ കുറച്ച് വെച്ച് എണ്ണയെല്ലാം തെളിഞ്ഞ് വരുന്ന സമയമാകുമ്പോഴേക്കും അതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബാക്കി വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കണം. 10 മിനിറ്റ് നേരമാണ് മൊത്തം വേവിക്കേണ്ടത്. കറിവേപ്പിലയും കൂടെ ഇട്ട് തീ ഓഫ് ചെയ്ത് ചോറിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കൊഴുവ കറിക്ക്. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക.